പരിസ്ഥിതി പ്രവർത്തകൻ സോനം വാങ്ചുക്കിന്റെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം നടത്തിയേക്കുമെന്നാണ് സൂചന. സോനം വാങ്ചുക്കിന്റെ NGO വിദേശത്ത് നിന്ന് പണം സ്വീകരിച്ചതായി നേരത്തെ കണ്ടെത്തിയിരുന്നു. ഇതിനു പിന്നിൽ ക്രമക്കേട് നടന്നിട്ടുണ്ടോ എന്നാണ് EDയുടെ അന്വേഷണം ഉണ്ടാവുക. അതേസമയം ലഡാക്കിലെ സുരക്ഷാ അവലോകനം ചെയ്യാൻ ലഫ്റ്റനന്റ് ഗവർണറുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. വിനിത വിജയാണ് ചേരുന്നത് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. വിനിത, ഗുഡ് മോർണിംഗ്. വിനിത, പറയൂ, സോനം വാങ്ചുക്കിന്റെ കാര്യത്തിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ തന്നെ ആ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ള ഒരു മുന്നറിയിപ്പ് വരുന്നു. അദ്ദേഹം അത് പിൻവലിക്കുന്നു. പക്ഷെ വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടാകുന്നു. അദ്ദേഹത്തിനെതിരെ അന്വേഷണം വരുന്നു എന്നുള്ളൊരു വിവരം വരുന്നു. അപ്പോൾ ഇത്തരത്തിൽ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ടോ? ആ രീതിയിലാണോ ഇപ്പോൾ അന്വേഷണം നടക്കുക? വെരി ഗുഡ് മോർണിംഗ് സ്മിത ആൻഡ് ഹാഷ്മി. സ്മിത സൂചിപ്പിച്ചതുപോലെ തന്നെ സാമ്പത്തിക ക്രമക്കേട് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അടക്കം ഉടൻ തന്നെ അന്വേഷണം ആരംഭിച്ചേക്കുമെന്നാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന സൂചനകളിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഈ ലഡാക്കിലെ സംസ്ഥാന പദവി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധം അത് വലിയ പ്രക്ഷോഭങ്ങളിലേക്ക് മാറിയതിന് പിന്നാലെയാണ് സോനം വാങ്ചുക്കിന്റെ പരിസ്ഥിതി പ്രവർത്തകൻ സോനം വാങ്ചുക്കിന്റെ ഈ NGOയ്ക്കെതിരെ സർക്കാർ നിലപാട് കടുപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തന്നെ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നത് ഈ സോനം വാങ്ചുക്കിന്റെ പ്രകോപനപരമായിട്ടുള്ള പ്രസ്താവനകൾ പരാമർശങ്ങളൊക്കെയാണ് ജനക്കൂട്ടത്തെ പ്രകോപിപ്പിച്ചതെന്നായിരുന്നു കേന്ദ്രം വിലയിരുത്തുന്നത്. ഇതിന് പിന്നാലെയാണ് സോനം വാങ്ചുക്കിന്റെ NGOയ്ക്കെതിരെ CBI അന്വേഷണം ആരംഭിക്കുകയും ഒപ്പം തന്നെ ഈ വിദേശ ഫണ്ടിങ്ങും ഒക്കെയായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങളൊക്കെ തേടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ CBIയിലെ ചില വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് സോനം വാങ്ചുക്കിനോട് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ആവശ്യത്തോട് അദ്ദേഹം ഇനിയും പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ്. പിന്നാലെ ഈ NGOയുടെ ലൈസൻസ് കേന്ദ്രം റദ്ദാക്കുകയും ഒപ്പം ഈ ഫെമ ആക്ട് അനുസരിച്ചാണോ ഈ വിദേശ ഫണ്ടൊക്കെ സ്വീകരിച്ചതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കാൻ ED ചില നീക്കങ്ങൾ നടത്തുന്നതായും അറിയാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെ ഈ സോനം വാങ്ചുക്കിന്റെ NGO കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം, ഉന്നത ഏജൻസികളുടെ അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുന്നു. മറുവശത്ത് സുരക്ഷാ ക്രമീകരണങ്ങൾ, ലഡാക്കിൽ സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടാക്കൽ, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടിക്രമങ്ങളൊക്കെ തന്നെയാണ് നടക്കുന്നത്. സ്മിത സൂചിപ്പിച്ചതുപോലെ തന്നെ ലഫ്റ്റനന്റ് ഗവർണർ കവീന്ദർ ഗുപ്തയുടെ നേതൃത്വത്തിൽ ഉന്നത യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു. പോലീസ്, CRPFന്റെ ഒക്കെ ഉന്നത ഉദ്യോഗസ്ഥർ ആ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. സമാധാനം നിലനിർത്താൻ നമ്മൾ ജാഗ്രതരായിരിക്കണമെന്നൊരു നിർദ്ദേശം തന്നെയാണ് ആ യോഗത്തിൽ നൽകിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വലിയ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെ ആ മേഖലകളിൽ ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ പ്രതിഷേധക്കാർക്കെതിരെ കഴിഞ്ഞ ദിവസം പോലീസ് നടപടി സ്വീകരിച്ചിരുന്നു. 50ഓളം പേർക്ക് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന വിവരം കൂടി ലഭിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ പരിക്കേറ്റവരൊക്കെ ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇതിനിടയിൽ ഈ രണ്ട് സംഘടനകൾ, ലേ അപ്പെക്സ് ബോഡിയും അതോടൊപ്പം തന്നെ കാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസ്, ഇങ്ങനെ ഈ രണ്ട് സംഘടനകളിൽ നിന്നായി 6 പേർ ഡൽഹിയിലേക്ക് എത്തും. അവർ ഡൽഹിയിലെ എത്തുകയും ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഉദ്യോഗസ്ഥരുമൊക്കെയായി അവർ കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യും. ആ കൂടിക്കാഴ്ച ഒരു പക്ഷേ ഇന്നുണ്ടാകാൻ ഉള്ള ഒരു സാധ്യതയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒക്ടോബർ 6-ന് വളരെ വിശദമായിട്ടുള്ള ചർച്ചകൾ നടത്താൻ നേരത്തെ തീരുമാനിച്ചിരുന്നു. ഈ ചർച്ചകൾ നടത്താനുള്ള തീരുമാനം ഉണ്ടായ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഈ വലിയ പ്രക്ഷോഭത്തിലേക്ക് അടക്കം കാര്യങ്ങൾ എത്തിയത്. അത് തന്നെയാണ് കേന്ദ്ര സർക്കാർ ഈ സമാധാനപരമായിട്ടുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ഇത്തരത്തിലേക്കുള്ള പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിന് പിന്നാലെയാണ് ഒരുപക്ഷെ ഇന്ന് കൂടിക്കാഴ്ച ഉണ്ടാവും. ഈ രണ്ട് സംഘടനകളുടെ നേതാക്കൾ ഡൽഹിയിലെത്തി MHA ഉദ്യോഗസ്ഥരുമൊക്കെയായി കൂടിക്കാഴ്ച നടത്താൻ തന്നെയാണ് സാധ്യത. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.